മിറർ ഇക്വേഷൻ ആൻഡ് മാഗ്നിഫിക്കേഷൻ. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മിറർ ഇക്വേഷൻ. റേ ഡയഗ്രാംസ് വരച്ചിട്ട് നമ്മൾ ഇമേജ് പൊസിഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഒരു സ്പെറിക്കൽ മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഞാൻ മിറർ ഇക്വേഷൻ എഴുതാം. 1/f ഈക്വൽസ് 1/v പ്ലസ് 1/u. അപ്പോൾ ഇതാണ് മിറർ ഇക്വേഷൻ എന്ന് പറയാം. ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്, പോൾ മുതൽ ഇമേജ് വരെയുള്ള ദൂരം. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, പോൾ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇതിൽ രണ്ട് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തേത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കൊരു ലെവൽ 1 പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാം. 1/f ഈക്വൽസ് 1/v പ്ലസ് 1/u. എഫും യുവും തന്നിട്ടുണ്ട്. വിക്ക് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷേ അതിനു മുന്നേ നമുക്ക് സൈൻ കൺവെൻഷൻ ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ഒരു കോൺകേവ് മിറർ വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. കോൺകേവ് മിററിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതും മിററിൻ്റെ ലെഫ്റ്റിലായിട്ടാണ്, മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അതുകൊണ്ട് യു എന്ന് പറയുന്നതും നെഗറ്റീവ് ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണിത്. യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എഫിനും യുവിനും നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 1/-10 ഈക്വൽസ് 1/v പ്ലസ് 1/-15. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം നമുക്ക് വി കണ്ടുപിടിക്കാനായിട്ട്. സോ 1/v അവിടെ നിർത്തിയിട്ട് ഞാൻ 1/-15 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. സോ 1/v ഈക്വൽസ് 1/-10 മൈനസ് 1/-15. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/v ഈക്വൽസ് -15 ടൈംസ് 1 മൈനസ് -10 ടൈംസ് 1 ഡിവൈഡഡ് ബൈ -10 ടൈംസ് -15. സോ ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -15 ടൈംസ് 1 മൈനസ് -10 ടൈംസ് 1 ഡിവൈഡഡ് ബൈ -10 ടൈംസ് -15. So 1/v equals -15 times 1 is -15 minus -10 times 1 is -10 over -10 times -15 150. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. സോ 1/v equals -15 plus 10 over 150. So 1/v equals -5 over 150. പക്ഷേ ഇത് 1/v ആണ്, നമുക്ക് v ആണ് വേണ്ടത്. 1/v ഉണ്ടെങ്കിൽ v കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം, ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കാം. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് ഇൻവേഴ്സ് എടുക്കാൻ പറ്റില്ല, നമുക്ക് റൈറ്റ് സൈഡിലും കൂടെ ഇൻവേഴ്സ് എടുക്കണം. സോ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് v എന്ന് കിട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡും ഫ്ലിപ്പ് ചെയ്യുക. സോ 150 over -5. സോ v എന്ന് പറയുന്നത് 150/5 എന്ന് പറയുന്നത് 30 ആണ്. സോ -30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ, പോളിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ ആണ്. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. ഫോക്കൽ പോയിൻറ്റ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. യു എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. സോ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ ഡബിൾ ആയിരിക്കും. സോ 20 സെൻറ്റിമീറ്റർ. നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 15 സെൻറ്റിമീറ്ററിലാണ്. സോ അത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. സോ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത് 15 സെൻറ്റിമീറ്ററിൽ. നിങ്ങൾ റേ ഡയഗ്രാം ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് സിയുടെയും എഫിൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് സിയുടെ പുറകിലായിരിക്കും. അപ്പം നമ്മുടെ ആൻസർ 20യെക്കാട്ടിൽ കൂടുതലായിരിക്കണം. നമുക്ക് കിട്ടിയത് 30 സെൻറ്റിമീറ്റർ ആണ്. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തതെന്നാണ്. അപ്പോൾ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് സിയുടെ പുറകിലായിട്ടാണ്. അപ്പോൾ ഈ പോയിൻ്റാണ് 30 സെൻറ്റിമീറ്റർ.
സോ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊരു റിയൽ ഇമേജ് ആയിരിക്കും, അതേപോലെ ഇൻവേർട്ടഡ് ഇമേജും ആയിരിക്കും. നമുക്കിനി മാഗ്നിഫിക്കേഷനെ പറ്റി സംസാരിക്കാം. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഞാൻ എഴുതാം. m ഈസ് ഈക്വൽ ടു h ഡാഷ് ഓവർ h. അതിൽ h ഡാഷ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇനി h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഇമേജ് ഹൈറ്റിൻ്റെയും ഒബ്ജക്റ്റ് ഹൈറ്റിൻ്റെയും ഒരു റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ടോൾ ആണെന്ന് വിചാരിച്ചോ. ഇനി ഇമേജ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ടോൾ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ടൈംസ് ആയിരിക്കും. ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെക്കാട്ടിൽ 2 ടൈംസ് വലുതാണ്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് +2. ഇനി ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ, ഇമേജ് 1 സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് 0.5 എന്ന് കിട്ടും, അല്ലെ ഹാഫ് എന്ന് കിട്ടും. അതിൻ്റെ മീനിങ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇമേജിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് എന്ന് കിട്ടിയത്. ഇനി ഒബ്ജക്റ്റ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ, ഇമേജ് ഹൈറ്റും 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ 1 എന്ന് കിട്ടും. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ വാല്യൂ 1-നേക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ഇമേജ് സൈസ് ഒബ്ജക്റ്റ് സൈസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ വാല്യൂ 1 ആണെങ്കിൽ ഇമേജ് സൈസും ഒബ്ജക്റ്റ് സൈസും ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ വാല്യൂ 1-നേക്കാട്ടിൽ ചെറുതാണെങ്കിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനെക്കാട്ടിൽ ചെറുതായിരിക്കും. അതേപോലെ മാഗ്നിഫിക്കേഷൻ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. സോ ഇതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, m ഈക്വൽസ് h ഡാഷ് ഓവർ h. നമുക്ക് ഒരു ഇക്വേഷനും കൂടി ഉണ്ട് മാഗ്നിഫിക്കേഷന്, -v/u. അപ്പോൾ നമുക്കറിയാം v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. u എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുത്താലും ഒരു നെഗറ്റീവ് സൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ വാല്യൂ കിട്ടും. സോ m ഈസ് ഈക്വൽ ടു -v/u. അതാണ് മാഗ്നിഫിക്കേഷൻ്റെ വേറൊരു ഇക്വേഷൻ. മാഗ്നിഫിക്കേഷൻ്റെ 2 ഇക്വേഷൻസ് ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ h ഡാഷ് ഓവർ h, രണ്ടാമത്തെ ഇക്വേഷൻ -v/u. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടും മാഗ്നിഫിക്കേഷൻ തന്നെയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഒന്ന് ഇക്വേറ്റ് ആണ്. h ഡാഷ് ഓവർ h ഈക്വൽസ് -v/u. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസും ചെയ്യുക. നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് തന്നിട്ടുണ്ട് -4 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. u എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ v എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇനി u എന്ന് പറയുന്നത് +20 ആണ് തന്നിരിക്കുന്നതെങ്കിലും നിങ്ങളൊരു നെഗറ്റീവ് സൈൻ കൊടുക്കണം, കാരണം u എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഏത് മിറർ ആണെങ്കിലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യാം. h ഡാഷ് ഓവർ h ഈക്വൽസ് -v/u. അപ്പോൾ h ഡാഷ് തന്നിട്ടുണ്ട് -4, h എന്ന് പറയുന്നത് 1, മൈനസ് v എന്ന് പറയുന്നത് അറിയില്ല നമുക്ക്, അൺനോൺ, u എന്ന് പറയുന്നത് -20. അപ്പോൾ നമുക്ക് v കണ്ടുപിടിക്കാം. മൈനസും ക്യാൻസൽ ആയി പോകും. സോ ക്രോസ് മൾട്ടിപ്ലൈ ആം, v ഈക്വൽസ് ക്രോസ് മൾട്ടിപ്ലൈ ആം 20 ടൈംസ് -4 ഡിവൈഡഡ് ബൈ 1. സോ v എന്ന് പറയുന്നത് -80 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് മിററിൻ്റെ മുന്നിൽ 80 സെൻറ്റിമീറ്റർ ദൂരത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കൊരു വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 9.1. എ കോൺവെക്സ് മിറർ യൂസ്ഡ് ഫോർ റിയർ വ്യൂ ഓൺ ആൻ ഓട്ടോമൊബൈൽ has a radius of curvature of 3 meter. If a bus is located at 5 meters from the mirror, find the position, nature and size of the image. അപ്പോൾ ഒരു കോൺവെക്സ് മിററാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഒരു കോൺവെക്സ് മിറർ വരയ്ക്കാം. ഇതാണ് പോള്. ഫോക്കസ് മാർക്ക് ചെയ്യാം, അല്ല സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാം. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 6 തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ 3 മീറ്റർ ആണ്. ഇനി ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആയിരിക്കും. സോ 3/2, അതായത് 1.5 മീറ്റർ ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്.
ഇതൊരു കോൺവെക്സ് മിററാണ്. മിററിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും ഉള്ളത്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 3 മീറ്റർ. അതിൻ്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് 1.5 മീറ്റർ ആയിരിക്കും. സോ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 3 ആണ്, 3 മീറ്റർ ആണ്. ഇനി ബസ്സിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബസ്സാണ് ഇവിടെ. ബസ്സിൻ്റെ പൊസിഷൻ 5 മീറ്റേഴ്സ് ഫ്രം ദ മിറർ. ഒബ്ജക്റ്റ് എപ്പോഴും മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ അല്ലെങ്കിൽ -5 മീറ്റർ. ഇത് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് -5 മീറ്റർ. യു തന്നിട്ടുണ്ട് -5 മീറ്റർ. ഒബ്ജക്റ്റ് ഉള്ളത് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ടാണ് ഞാനൊരു നെഗറ്റീവ് സൈൻ കൊടുത്തത്. വി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അതേപോലെ നമുക്കതിൻ്റെ നേച്ചറും സൈസും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു കോൺവെക്സ് മിറർ ആയതുകൊണ്ട് മിററിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇമേജ് ഫോം ചെയ്യും. നമുക്കൊരു ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. റേ ഡയഗ്രാംസ് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇമേജ് എപ്പോഴും പോളിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക, കോൺവെക്സ് മിറർ ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 0യ്ക്കും 1.5ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. 0 ആയിരിക്കില്ല, 1.5 ആയിരിക്കില്ല, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും വി എന്ന് പറയുന്നത്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, കാരണം റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക്. 1/f = 1/v + 1/u. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്, + 1.5. വി നമുക്കറിയില്ല. യു തന്നിട്ടുണ്ട് -5 മീറ്റർ. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1/v = ഈ 1/-5നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓൾറെഡി അവിടെ 1/1/5 ഉണ്ട്, -1/-5. So 1/v = ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -5 × 1 -1.5 × 1 ഡിവൈഡഡ് ബൈ 1.5 × -5. -5 × 1 -1 × 1.5 over 1.5 × -5. So 1/v = -5 - 1.5 over -7.5. So 1/v = -6.5 over -7.5. നമുക്ക് ഈ നെഗറ്റീവ് സൈൻ രണ്ടും ക്യാൻസൽ ചെയ്യാം. നമുക്ക് വി ആണ് വേണ്ടത്. നമുക്ക് 1/v ആണ് ഇവിടെ ഉള്ളത്. സോ വി കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. 7.5 over 6.5, 1.15 മീറ്റേഴ്സ്. അതാണ് നമ്മുടെ ഇമേജ് പൊസിഷൻ. അപ്പം നമുക്ക് ആ റേ ഡയഗ്രത്തിലേക്ക് ഒന്ന് പോവാം. അപ്പം നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്തരം 0യ്ക്കും 1.5നും ഇടയ്ക്കായിരിക്കുമെന്ന്. നമുക്ക് കിട്ടിയ ഉത്തരം 1.15 ആണ്. അതെ, നമ്മുടെ ഉത്തരം 0യ്ക്കും 1.5നും ഇടയ്ക്കാണ്. സോ 1.15 മീറ്റേഴ്സ്. പോസിറ്റീവ് വാല്യൂ ആണ്, അതായത് മിററിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇനി റൈറ്റ് സൈഡിൽ ഉണ്ടാവുന്നതുകൊണ്ട് ഇതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. അതേപോലെ നമുക്ക് ചെറിയൊരു ഇമേജാണ് കിട്ടിയത്. ഇത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എപ്പോഴും ചെറിയ ഇമേജസ് ആണ് ഉണ്ടാക്കുക. നമുക്കിതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എമ്മിൻ്റെ ഇക്വേഷൻ, 2 ഇക്വേഷൻസ് ഉണ്ട്. h'/h അല്ലെങ്കിൽ -v/u. അപ്പോൾ ഇതിൽ ഇമേജിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ m = -v/u. സോ v എന്ന് പറയുന്നത് 1.15 ആണ്, u എന്ന് പറയുന്നത് 5 മീറ്റേഴ്സ് ആണ്, -5 മീറ്റേഴ്സ്. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാമെങ്കിൽ 0.23 എന്ന് കിട്ടും. മാഗ്നിഫിക്കേഷൻ ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 0.23 1നേക്കാട്ടിൽ ചെറിയൊരു വാല്യൂ ആണ്. സോ m is less than 1. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ m ചെറുതാണെങ്കിൽ, m 1നേക്കാട്ടിൽ ചെറുതാണെങ്കിൽ ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനെക്കാട്ടിൽ ചെറുതായിരിക്കും. സോ നമുക്കൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. ഡിമിനിഷ്ഡ് ഇമേജ്. ഇനി നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. m is പോസിറ്റീവ്. അതുകൊണ്ട് അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കില്ല. അപ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ അതൊരു വിർച്വൽ ഇമേജും ആയിരിക്കും. കോൺവെക്സ് മിറർ എപ്പോഴും വിർച്വലും അപ്രൈറ്റും ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാക്കുക.